ഗൈസ് കൊച്ചോളി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കായിക്കര ബ്രദേഴ്സിൻ്റെ ഓണാഘോഷ പരിപാടിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വർഷത്തെ 2026 ഓണാഘോഷം വരികയാണ്. അതിനെപ്പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കായിക്കര ബ്രദേഴ്സ് നടത്തുന്ന ഈ ഓണപരിപാടി നല്ല അടിപൊളിയായിട്ടാണ് അവർ നടത്തുന്നത്. ലാസ്റ്റ് ദിവസം ട്രൈബാങ്കാരുടെ സൂപ്പർ ഹിറ്റ് ഗാനമേള കൂടെ നടത്തുന്നുണ്ട്. കൂടാതെ സാംസ്കാരിക ഘോഷയാത്രകളുണ്ട്. പിന്നെ ലക്കിടിപ്പാണ്, ലക്കിടിപ്പ് കൂപ്പൺ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളെല്ലാവരും ആ ലക്കിടിപ്പ് കൂടെ എടുത്ത് അവരോട് സഹകരിക്കണം. എൻ്റെയും കൂടെ ഒരു ക്ലബ്ബാണിത്, ഞാനും കൂടെ ഉള്ള ക്ലബ്ബാണ്. അവരുമായിട്ട് നമ്മുടെ ടീം ക്ലബ്ബ് അംഗങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അവരുടെ വാക്കുകൾ എല്ലാവരും കേൾക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മൊത്തം ഒന്ന് കാണണം. നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കായിക്കര ഭാഗത്ത് നമ്മുടെ മക്കളായ ഇവർ 18 വർഷങ്ങൾക്ക് മുൻപ് മടല് വെട്ടി ക്രിക്കറ്റ് കളിച്ച് നടന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിൽ നിന്നും 18 വർഷത്തിന് മുമ്പ് ഈ കളികളുമായി നടന്നവർ ഇന്ന് 13 സെൻറ്റ് സ്ഥലം സ്വന്തമായി വാങ്ങിച്ച് അവിടെ ഒരു വോളിബോൾ ടൂർണമെൻറ്റ് നടത്തുകയും വളരെ ഭംഗിയായി ഓണാഘോഷം അങ്ങനെ ഒട്ടനവധി പരിപാടികളും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും ഇന്നത്തെ മയക്കുമരുന്നുകൾക്ക് എതിരായി വളരെയധികം കഷ്ടപ്പെട്ട യുവ തലമുറകളാണ് ഇന്ന് ഈ നിൽക്കുന്ന എൻ്റെ പൊന്നു മക്കളായ ഇവരെല്ലാവരും. അവർക്ക് ഇവിടുത്തെ മുതിർന്ന ചെറുപ്പക്കാരായ ഒട്ടനവധി ആൾക്കാർ ഇതിന് പിന്തുണ നൽകിക്കൊണ്ട് ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ ഒരു പുതുതായൊരു കെട്ടിടം വയ്ക്കേണ്ടതും ലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ CCTV ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ മുന്നോടി ഞങ്ങൾ ഇത്തവണ വൻ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. അതിൽ നിന്നും കിട്ടുന്ന സാമ്പത്തികം കൊണ്ട് വളരെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. ഈ വർഷത്തെ ഓണം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 18ാമത് ഓണാഘോഷമാണ് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിരിവും കാര്യങ്ങളുമായിട്ട് നമ്മൾ വിപുലമായിട്ട് തന്നെ ബ്രദേഴ്സിൻ്റെ എല്ലാ ചുണക്കുട്ടികളും ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ ഗംഭീര പരിപാടികളോടുകൂടിയാണ് ഓണാഘോഷം നമ്മൾ തുടങ്ങുന്നത്. മെയിൻ പരിപാടിയായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഗാനമേളയാണ്. അപ്പോൾ ആ ഗാനമേളയും തുടർന്ന് വനിതകളുടെ മത്സരങ്ങൾ, കുട്ടികളുടെ മത്സരങ്ങൾ, അങ്ങനെ ഒട്ടനവധി മത്സരങ്ങൾ, സാംസ്കാരിക ഘോഷയാത്രകൾ, അനവധി പ്രോഗ്രാമുകൾ കോർത്തിണക്കിക്കൊണ്ട് ബ്രദേഴ്സ് നിങ്ങൾക്കായി ഒരു ഓണാഘോഷം കാഴ്ചവെക്കുകയാണ് 2026. നമ്മൾ ഇത്ര കൊല്ലം ഓണാഘോഷം നടത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായിട്ടൊരു ഇത്രയും വലിയൊരു പരിപാടിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു പരിപാടി നടത്തുന്നത്. അതിപ്പോൾ നമ്മൾ റൈബാൻ സൂപ്പർ ഹിറ്റ്സിൻ്റെ ഗാനമേളയാണ് വെച്ചിരിക്കുന്നത്. അടിപൊളി ഗാനമേളയാണ്. നമ്മളെല്ലാവരെയും പ്രതീക്ഷിക്കുന്നുണ്ട്, എല്ലാവരുടെ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരുടെയും വീടുകളിൽ വരുന്നുണ്ട്. അതുകൂടാതെ നമ്മളല്ലാതെയും സോഷ്യൽ മീഡിയ വഴി എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നു. അടിപൊളി പരിപാടിയാണ്. ഒരുപാട് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഭാവിയിൽ നമ്മൾ നമ്മുടെ ക്ലബ്ബ് അവിടെ ഒരു സ്ഥലം ഒരു കെട്ടിടം വെക്കാനും ഒരു നൈറ്റ് വോളിബോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പോർട്സ് നമുക്ക് നൈറ്റ് കളിക്കാനുള്ള പരിപാടി അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പിരിവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ചതയദിനത്തിൽ തിരുവോണത്തിന് പരിപാടി തുടങ്ങും. മെയിൻ പരിപാടി നമ്മുടെ ഗാനമേള ചതയദിനത്തിലാണ്. ചതയദിനത്തിൽ വൈകിട്ട് 7 മണിക്കാണ്. എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് അടിച്ചു പൊളിക്കാം. ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 18ാമത് ഓണാഘോഷത്തിനനുസരിച്ച് നമ്മൾ ഇതിനു മുമ്പ് പല പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലഹരിവിരുദ്ധ ജാഥ നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിർദ്ധരായ കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് നമ്മൾ പുസ്തകം വിതരണം ചെയ്തു, പഠനോപകരണങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ലഹരിവിരുദ്ധ ക്ലാസ് നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്തു. പിന്നെ വോളിബോൾ ടൂർണമെൻറ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട് നമ്മൾ. അതുപോലെ നമ്മളിവിടെ സ്വാതന്ത്ര്യദിന ഇതിനനുബന്ധിച്ച് ഇവിടെ നമ്മൾ സൈക്കിൾ റാലി നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വിമുക്ത ഭടന്മാരെ നമ്മൾ ആദരിക്കുക ചെയ്തു. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റുള്ള പ്രവർത്തനം നമ്മൾ വിദ്യാഭ്യാസ സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇത്തവണ വമ്പൻ ഒരു ലക്കിടിപ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 1ാം സമ്മാനം നമ്മൾ ഒരു ഗിയർ സൈക്കിളാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം എടുത്ത് നമ്മുടെ ക്ലബിൻ്റെ പരിപാടി വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ചാരമംഗലം കായിക്കര ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഓണാഘോഷം സമാഗതമാവുകയാണ്. എല്ലാ വർഷത്തെയും പോലെ
വളരെ ഭംഗിയായിട്ട് തന്നെ ഈ വർഷവും ഓണാഘോഷ പരിപാടികൾ ക്ലബ്ബ് വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് 18 വർഷമായിട്ട് കായിക്കര ബ്രദേഴ്സ് എന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കായിക്കര കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരികയാണ്. ഒട്ടനവധി സമൂഹത്തിന് നന്മ ചെയ്യുന്ന പല കാര്യങ്ങളും ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട്. അതിന് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രളയം വന്ന സമയത്ത്, കോവിഡ് വന്ന സമയത്തൊക്കെ തന്നെ ക്ലബിലെ അംഗങ്ങൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ക്യാമ്പുകളിൽ എത്തിക്കാനൊക്കെ ആയിട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും ക്ലബിലെ അംഗങ്ങൾ വളരെ സജീവമായിട്ട് എല്ലാവരും മെയ്യും ശരീരവും മനസ്സുമൊക്കെ മറന്ന് പല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബ്ബാണ് കായിക്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. എല്ലാ വർഷവും ഈ ഓണാഘോഷ പരിപാടികളിൽ ഒത്തിരി സജ്ജനങ്ങൾ ക്ലബിലെ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ മലയാളിയുടെ ദേശീയ ഉത്സവമാകുന്ന ഈ ഓണത്തിന് ഈ വർഷവും കായിക്കര ബ്രദേഴ്സ് അണിയിച്ചൊരുക്കുന്ന കലാപരിപാടികളിൽ മറ്റ് കായിക മത്സരങ്ങളിലും മറ്റ് ചടങ്ങെല്ലാം പങ്കെടുക്കുവാൻ എല്ലാവരെയും കായിക്കര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ലബിലേക്ക് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഇത് കൂടാതെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ഇത്തവണ നമ്മളൊരു പുതിയൊരു സംഭവം ചെയ്യുകയാണ്. നമ്മൾ സാംസ്കാരിക ഘോഷയാത്ര വെക്കുന്നുണ്ട്. നമ്മുടെ അവിട്ടത്തിൻ്റെ അന്ന് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങണതിൻ്റെ അന്ന് രാവിലെ 9:00 നമ്മുടെ കായിക്കര ജംഗ്ഷനിൽ നിന്ന് പല കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഒക്കെ കൂടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഒരു ഘോഷയാത്ര പോലെ നമ്മൾ നമ്മുടെ ക്ലബിലേക്ക് വരികയാണ്. അതിൽ നമ്മുടെ ക്ലബ് മെമ്പേഴ്സിൻ്റെ എല്ലാ വീട്ടിൽ നിന്നുള്ള അംഗങ്ങളും വനിതകളും കുട്ടികളും ഉൾപ്പെടെയുള്ള അംഗങ്ങളും, കൂടാതെ തന്നെ നമ്മുടെ ഈ നാട്ടിലെ കുടുംബശ്രീക്കാർക്കും പിന്നെ കുടുംബ പുരുഷന്മാർക്കും എല്ലാവർക്കും നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാകണം. നിങ്ങളെല്ലാവരെയും പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ. നമ്മളൊരു വലിയൊരു ജാഥയായിട്ട് നമുക്കിവിടെ വന്ന് നമ്മുടെ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിലൂടെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാകണം. എല്ലാവരും കുടുംബശ്രീക്കാരും എല്ലാവരും നമ്മുടെ സാരിയൊക്കെ കൊടുത്ത് ഓണമായിട്ടല്ലേ, അപ്പോൾ നമ്മൾ പുത്തൻ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് ആഘോഷപരമായിട്ട് അവിടുന്ന് ഒരു ഘോഷയാത്ര പോലെ ക്ലബിലേക്ക് വരാം. അപ്പോൾ എല്ലാവരും ഉണ്ടാകും.